തലസ്ഥാനത്ത് സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനാകാതെ കോൺഗ്രസ്. DCC അധ്യക്ഷ പദവി രാജിവെക്കാൻ ഉറച്ച് എൻ ശക്തൻ. ശക്തനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി. ശക്തനെ KPCC വൈസ് പ്രസിഡന്റ് ആക്കിയേക്കും. ശരത്ചന്ദ്ര പ്രസാദിന് DCC അധ്യക്ഷ ചുമതല നൽകും. VD സതീശന്റെ നോമിനിയായ ചെമ്പഴന്തി അനിലിനെ അംഗീകരിക്കാൻ ഒരു വിഭാഗം തയ്യാറല്ല. നിർഭൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുന്നു. നിർഭൻ, ഇന്നലെ ശക്തന്റെ അസംതൃപ്തിയെ സംബന്ധിച്ചും ചെമ്പഴന്തിക്കായുള്ള VD സതീശൻ്റെ നീക്കങ്ങളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. നിർഭൻ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, കൈരളി ന്യൂസ് നൽകിയതാണ്. ഇന്നതിൻ്റെ തുടർച്ചയായി കൂടുതൽ പരിഹാര നിർദ്ദേശങ്ങളിലേക്ക് എൻ ശക്തനെ വശംവദമാക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇപ്പോഴുള്ള സംഭവഗതികൾ? തീർച്ചയായും അജിംഷാദ്, തിരുവനന്തപുരത്ത് വലിയ തരത്തിലുള്ള സങ്കീർണമായ അവസ്ഥ കോൺഗ്രസിൻ്റെ DCC നേതൃത്വത്തിലുണ്ട്. ഒപ്പം തന്നെ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി തലസ്ഥാനത്ത് തുടരുന്നത് എൻ ശക്തനെ താൽക്കാലിക അധ്യക്ഷ പദവിയിലേക്ക് കേവലം 2 ആഴ്ചത്തേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള മുതിർന്ന നേതാവ് എന്ന നിലയിൽ, അന്ന് അദ്ദേഹം KPCCയുടെ വൈസ് പ്രസിഡന്റാണ്, എന്ന നിലയിലുള്ള താൽക്കാലിക പദവി മാത്രമാണ് എന്നതാണ്. പക്ഷേ 3 മാസത്തോളമായി, പക്ഷേ പുതിയ ആളിനെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇപ്പോൾ പുനഃസംഘടന വന്നപ്പോൾ ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് താൽക്കാലിക അധ്യക്ഷനായതുകൊണ്ട് തന്നെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിൽ എന്ന ഒറ്റ പേരിൽ VD സതീശൻ വാശി പിടിച്ചതോടുകൂടി മറ്റ് പല പേരുകളും പറഞ്ഞിട്ടും അക്കാര്യത്തിൽ വഴങ്ങാൻ VD സതീശൻ തയ്യാറായില്ല. ഒറ്റ പേരിൽ തന്നെ VD സതീശൻ ഉറച്ചു നിന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. തലസ്ഥാനത്ത് പാർട്ടിയുടെ അധ്യക്ഷൻ ആരാണ് എന്ന കാര്യം തന്നെ കൂടി പരിഗണിക്കണമെന്ന നിലപാടിൽ VD സതീശൻ ഉറച്ചു നിന്നു. പക്ഷേ ചെമ്പഴന്തി അനിൽ എന്ന പേരിനോട് മുതിർന്ന നേതാക്കൾക്കും മറ്റ് ഗ്രൂപ്പുകൾക്ക് യോജിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് K മുരളീധരൻ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് സ്ഥിരം അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാകാത്തത്. പക്ഷേ എൻ ശക്തൻ രാജിസന്നദ്ധത അറിയിച്ചു. തന്നെ ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കിയില്ല എങ്കിൽ താൻ രാജിവെക്കും എന്ന നിലപാട് കഴിഞ്ഞ ദിവസമാണ് നേതൃത്വത്തെ അറിയിച്ചത്. കൈരളി ന്യൂസ് കഴിഞ്ഞ ദിവസം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്, അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ഇപ്പോഴും അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നേതാക്കൾ അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം ആശയവിനിമയം നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ആ ഫോർമുലയിൽ നിലവിലുള്ള KPCC വൈസ് പ്രസിഡന്റായ എൻ ശക്തന് തിരുവനന്തപുരത്തെ DCC അധ്യക്ഷൻ്റെ താൽക്കാലിക ചുമതല നൽകും. എൻ ശക്തനെ പഴയതുപോലെ KPCC വൈസ് പ്രസിഡന്റ് പദവി നൽകും. അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. DCC അധ്യക്ഷ പദവിയിൽ തുടർന്നാൽ സ്വാഭാവികമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. നഗരസഭയുമായി ബന്ധപ്പെട്ട നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്, സ്ഥാനാർത്ഥി നിർണ്ണയമുണ്ട്, ജില്ലയിലാകെ ഓടി നടക്കണം. അപ്പോൾ മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഒഴിവാക്കി തരണം എന്ന നിലപാടാണ് എൻ ശക്തൻ സ്വീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായി ശക്തൻ ഒഴിയട്ടെ, പകരം ചെമ്പഴന്തി അനിൽ വരട്ടെ എന്ന നിലപാട് കഴിഞ്ഞ ദിവസവും VD സതീശൻ പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിച്ചു. പക്ഷേ നേതാക്കൾ ഇത് അംഗീകരിച്ചിട്ടില്ല. ഒരു പൊട്ടിത്തെറിയിലേക്ക് പോണ്ട, തൽക്കാലം മുതിർന്ന നേതാവാണ് KPCCയുടെ വൈസ് പ്രസിഡന്റ്, നേരത്തെ KPCCയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നിട്ടുള്ള മുതിർന്ന നേതാവ് ശരത്ചന്ദ്ര പ്രസാദിനെ താൽക്കാലിക KPCC അധ്യക്ഷനായി DCC അധ്യക്ഷനായി നിയമിക്കും. ശക്തനെ പദവിയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന് KPCC വൈസ് പ്രസിഡന്റ് പദവി വീണ്ടും നൽകാനാണ് ഇപ്പോൾ ആലോചന. പക്ഷേ ഇക്കാര്യത്തിൽ ചെമ്പഴന്തി അനിലിനെ പരിഗണിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം VD സതീശനുണ്ട്. തലസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു DCC അധ്യക്ഷൻ, അതായത് കൊച്ചിയിൽ, എറണാകുളത്താണ് VD സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായിയായിട്ടുള്ള DCC അധ്യക്ഷനുള്ളത്. മറ്റൊരു DCC അധ്യക്ഷൻ പാലോട് രവി VD സതീശൻ്റെ നോമിനിയായി DCC അധ്യക്ഷ പദവിയിൽ വന്ന ആളാണ്. പാലോട് രവിക്ക് ശേഷം തലസ്ഥാനത്ത് താൻ നിർദ്ദേശിക്കുന്ന ഒരു പേര് തന്നെ പരിഗണിക്കണം എന്ന നിലപാട്, തനിക്ക് ആ ഡിമാൻഡ് വയ്ക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട് എന്ന നിലപാടിൽ തന്നെ ഇപ്പോഴും VD സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ സ്ഥിരം അധ്യക്ഷനെ, മറ്റു പല പേരുകളും പറഞ്ഞു കേട്ടെങ്കിലും സ്ഥിരം അധ്യക്ഷനെ പരിഗണിക്കാതെ ഇപ്പോൾ താൽക്കാലിക അധ്യക്ഷനായി ശരത്ചന്ദ്ര പ്രസാദിനെ നിയോഗിക്കാനാണ് നേതാക്കൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ. പക്ഷേ ഈ തിരുവനന്തപുരം പോലെ തലസ്ഥാന നഗരി ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ DCCക്ക് ഒരു സ്ഥിരം അധ്യക്ഷനെ നിയമിക്കാൻ കോൺഗ്രസിനാകുന്നില്ല. 1. 2, പാലോട് രവി മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. 3, പറവൂരിനപ്പുറത്തേക്ക് VD സതീശൻ്റെ വിളയാട്ടം വേണ്ട എന്ന തരത്തിലേക്ക്, പ്രത്യേകിച്ച് VD സതീശൻ ഇപ്പോൾ കൂടുതൽ ദുർബലനായിരിക്കുന്നു KC വേണുഗോപാലിൻ്റെ എൻട്രിയോടുകൂടി. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ചെമ്പഴന്തി അനിലുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ തർക്കങ്ങൾ തുടരുന്നത്. ഒരുപക്ഷെ VD സതീശൻ്റെ ദൗർബല്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദുർബല ഭാവം തന്നെയാണ് ഇതുവഴി പ്രതിഫലിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ നിരീക്ഷിക്കാമോ? അജിംഷാദ്, നിലവിലുള്ള സംഘടനാ സമവാക്യങ്ങളുടെ മാറ്റം തിരുവനന്തപുരത്ത് DCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യം വസ്തുത തന്നെയാണ്. കാരണം
തിരുവനന്തപുരത്ത് സാധാരണ പ്രതിപക്ഷ നേതാവ് പദവിയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷനെ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടുക, ആരായുക സ്വാഭാവികമായിരുന്നു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിർദ്ദേശിച്ച പാലോട് രവിയെ തന്നെ DCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നു. പാലോട് രവി ടെലിഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി അദ്ദേഹം അധികാര സ്ഥാനത്ത് നിന്ന് പോകേണ്ടി വന്നു. താൽക്കാലികമായി എൻ ശക്തനെ കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ BD സതീശൻ KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ ഒന്നും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും ഏറ്റവും അടുത്ത അനുയായിയും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള അദ്ദേഹം പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും മുന്നോട്ട് വെച്ച ചെമ്പഴന്തി അനിലിനെ മറ്റ് സ്ഥാനങ്ങളിലേക്ക് BD സതീശൻ ഒരു സ്ഥലത്തും പറഞ്ഞിരുന്നില്ല. സ്വാഭാവികമായി DCC അധ്യക്ഷനായി മാറ്റം വരുമ്പോൾ അത് ചെമ്പഴന്തി അനിൽ തന്നെ ആകുമെന്ന് അനിലിനും അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ രണ്ടാമതാണ് KC വേണുഗോപാൽ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പിടിമുറുക്കിയത്. മാത്രമല്ല AI ഗ്രൂപ്പുകളും രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ K മുരളീധരൻ, KC വേണുഗോപാൽ തുടങ്ങിയ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചെമ്പഴന്തി അനിൽ വരുന്നതിനെ വഴിമുടക്കാനുള്ള എല്ലാ നീക്കവും നടത്തിയിട്ടുണ്ട്. കാരണം അത് VDയുടെ കാര്യങ്ങൾ തലസ്ഥാനത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു നേതാവായി മാത്രം ചെമ്പഴന്തി അനിൽ മാറും. അതുകൊണ്ട് അത്തരത്തിലൊരു നേതാവിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ്. മാത്രമല്ല KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത നേതാക്കളായിട്ടുള്ള നേരത്തെ DCC അധ്യക്ഷനായിട്ടുള്ള നെയ്യാറ്റിങ്കര സനലും, ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിൻ്റെ കാര്യങ്ങൾ തലസ്ഥാനത്ത് തീരുമാനിക്കുന്ന മണക്കാട് സുരേഷും ശക്തമായ എതിർപ്പാണ് ചെമ്പഴന്തി അനിലിനെ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ചെമ്പഴന്തി അനിലിനെ കൊണ്ടുവരികയാണെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്ന നിലപാട് മണക്കാട് സുരേഷ് നേരിട്ട് തന്നെ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടി വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ ഉറച്ച നിലപാട് തലസ്ഥാനത്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അത് മറികടന്നുകൊണ്ട് ചെമ്പഴന്തി അനിലിനെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന നിലപാട് നേതൃത്വം എത്തി. അതുകൊണ്ടാണ് താൽക്കാലികമായി എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള മുതിർന്ന നേതാവ് ശരത്ചന്ദ്ര പ്രസാദിലേക്ക് താൽക്കാലിക അധ്യക്ഷ പദവിയിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ അജിംഷാദ് ചോദിച്ചതുപോലെ ദയനീയമായ അവസ്ഥയാണ്. തലസ്ഥാനത്ത് ജില്ലയിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ സംഘടനയുടെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സമര പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യാനുള്ള സംഘടനയുടെ DCC ഭാരവാഹിയെ, സ്ഥിരം DCC അധ്യക്ഷനെ തീരുമാനിക്കാനാകുന്നില്ല എന്ന പ്രതിസന്ധി സംഘടനാ പുനഃസംഘടനയോട് കൂടി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. അജിംഷാദ്.